അമേരിക്കയിലെ ഹിന്ദു സംഘടനകളുടെ പൊതുവേദിയായ കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക രജത ജൂബിലിയിലേക്ക് കടക്കുകയാണ്. കാൽനൂറ്റാണ്ട് കാലത്തെ വിസ്മയിപ്പിക്കുന്ന സംഘടനാ പ്രവർത്തനങ്ങൾ അടയാളപ്പെടുത്താൻ കൊച്ചിയിൽ രജത ജൂബിലി കൺവെൻഷൻ നടന്നു. സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ ആശയം ഉൾക്കൊണ്ട് 2001 പ്രവർത്തനം ആരംഭിച്ച സംഘടനയ്ക്ക് കീഴിൽ ഇന്ന് 4000-ലധികം കുടുംബങ്ങളും 70ഓളം പ്രാദേശിക ഹിന്ദു സംഘടനകളും അണിനിരന്നിട്ടുണ്ട്. രജത ജൂബിലി കൺവെൻഷനിൽ സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 4ാമത് ആർഷദർശന പുരസ്കാരം പ്രശസ്ത എഴുത്തുകാരി ഡോക്ടർ എം ലീലാവതിക്ക് സമർപ്പിച്ചു. കൊച്ചി അഡ്ലക്സ് ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ, മുൻ ആർഷദർശന പുരസ്കാര ജേതാവ് സി രാധാകൃഷ്ണൻ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് പ്രൊഫസർ തോമസ് മാത്യു, ചലച്ചിത്രതാരം ശ്രീനിവാസൻ, സൂര്യ കൃഷ്ണമൂർത്തി, ഡോക്ടർ എം വി പിള്ള, ജോർജ് ഓണക്കൂർ, മുൻ ചീഫ് സെക്രട്ടറി ഭരത് ഭൂഷൺ IAS, ശ്രീജിത്ത് പണിക്കർ, അഡ്വക്കേറ്റ് എ ജയശങ്കർ, ഡോക്ടർ പ്രമീള ദേവി, ഡോക്ടർ ഇന്ദിര രാജൻ തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. രജത ജൂബിലി കൺവെൻഷനിൽ തത്വമയിക്കും KA ചെന്നൈയുടെ ആദരം. തത്വമയി ചീഫ് എഡിറ്റർ രാജേഷ് പിള്ള ആദരവ് ഏറ്റുവാങ്ങി. രജത ജൂബിലിയുടെ ഭാഗമായി സമൂഹത്തിലെ നിർധനരായ ജനങ്ങൾക്ക് കൈത്താങ്ങാകാൻ 1 കോടി രൂപയുടെ പദ്ധതി സ്നേഹോപഹാരം എന്ന പേരിൽ നടപ്പാക്കുകയാണ്. പ്രൊഫഷണൽ വിദ്യാഭ്യാസം, വിധവ പെൻഷൻ, ക്ഷേത്ര കലാകാരന്മാർക്ക് ക്ഷേമനിധി, വനവാസി സഹായനിധി, സ്ത്രീകൾക്ക് ബിസിനസ് പദ്ധതി, ഭിന്നശേഷി കുട്ടികൾക്ക് സഹായം, രോഗികൾക്കുള്ള ചികിത്സാ സഹായം എന്നിവയാണ് വ്യക്തിഗത ഇനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ ബാലാശ്രമങ്ങൾ, വൃദ്ധസദനങ്ങൾ, സ്കൂൾ ലൈബ്രറികൾ, തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങിയവയ്ക്കുള്ള സഹായങ്ങളുമുണ്ട്. ആദ്യം പരിപാടി ഉദ്ഘാടനം ചെയ്ത അനുഗ്രഹിച്ച ഗോവ പ്രസിഡന്റിന് ഗോവ ഗവർണർക്ക് ഇവിടെ എത്താൻ കഴിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ചതിന് ഞാൻ അദ്ദേഹത്തിനോട് നന്ദി പറഞ്ഞു. ഒരു അവസാന ഭാഗത്തുള്ളൊരു പുസ്തകമുണ്ട്. അത് ആളുകൾക്ക് കരുത്തുന്ന ഒരു ഭാഗമായിരുന്നു. ആ കാരണം കൊണ്ട് തന്നെ ആ സിനിമ നന്നായി ഓടുകയൊക്കെ ചെയ്തു. വിവിധങ്ങളായ ജനക്ഷേമകരമായ ജീവകാരുണ്യപരമായ
ഒട്ടേറെ പ്രവർത്തന പദ്ധതികളെക്കുറിച്ചെല്ലാം നാം നേരിട്ടറിഞ്ഞു. ഇങ്ങനെയൊരു ചടങ്ങ് സംഘടിപ്പിക്കാൻ ഇത്ര വിശാലമായ മനസ്ഥിതിയോടുകൂടി പരിപാടി സംഘടിപ്പിക്കാൻ തയ്യാറായതിൻ്റെ സംഘാടകർ ഞാൻ ആദ്യമായി അഭിനന്ദനത്തിൻ്റെ പൂച്ചെണ്ടുകൾ സമർപ്പിക്കുന്നു. അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് ശിഥിലീകരിക്കപ്പെട്ട രീതിയിൽ താമസിച്ചിരുന്ന മലയാളി ഹിന്ദുക്കളെ എല്ലാം കൂടി ഒരു വേദിയിൽ കൊണ്ടുവരണമെന്നുള്ള ആശയം ഡാലസിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഡാലസിലെ ഹൈന്ദവ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന കേരള ഹിന്ദു സൊസൈറ്റി ഇതിനു വേണ്ടിയിട്ട് പല മീറ്റിങ്ങുകൾ കൂടുകയും നോർത്ത് അമേരിക്കയിലുള്ള പ്രധാന നഗരങ്ങളിലുള്ള എല്ലാ ഹൈന്ദവ സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏകദേശം 127ഓളം കുടുംബങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആദ്യത്തെ സമ്മേളനം നമുക്കൊക്കെ ഏറ്റവും പ്രിയങ്കരനായിരുന്ന സന്യാസി ശ്രേഷ്ഠൻ ശ്രീ സത്യാനന്ദ സരസ്വതി സ്വാമികളുടെ നേതൃത്വത്തിലാണ് അവിടെ വെച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. സനാതന സംസ്കാര പ്രചരണാർത്ഥം അമേരിക്കയിൽ കഴിഞ്ഞ 25 വർഷമായി പ്രവർത്തിക്കുന്ന കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക എന്ന സംഘടനയുടെ രജത ജൂബിലി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി കേരളത്തിൽ നടക്കുന്ന കേരള കോൺക്ലേവാണ് ഇന്ന് ഫെബ്രുവരി 1-ാം തീയതി അറ്റ്ലക്സ് ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടക്കുന്നത്. ആർഷദർശനത്തെ ആസ്പദമാക്കി സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനകൾക്കുള്ള 4ാമത് ആർഷദർശന പുരസ്കാരം ഈ വേദിയിൽ വെച്ച് ഡോക്ടർ എം ലീലാവതിക്ക് നൽകി. സനാതനധർമ്മത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ പുരസ്കാരം, ആർഷ ദർശനം എന്ന ഈ പുരസ്കാരം. അതിൻ്റെ ചെയർമാനായിരിക്കാൻ കഴിഞ്ഞു, ജൂറിയുടെ ചെയർമാനായിരിക്കാൻ കഴിഞ്ഞു എന്നതിൻ്റെ ഒരു മഹാഭാഗ്യം. എന്നോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ ജോർജ് ഓണക്കൂറും ഡോക്ടർ എം വി പിള്ളയുമാണ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com